അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സമയം കുറവാണെന്നറിയാം, ചുരുക്കി പറയാം. ഇപ്പോൾ വന്നിരിക്കുന്നത് ഇപ്പോൾ ഇവിടെ നടന്ന ഈ ഒരു ട്രെയിനിങ്ങിൻ്റെ ഒരു ഫീഡ്ബാക്ക്. ഇപ്പം ഞാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പം ഏകദേശം ഒരു 10 മണിക്കാണ് ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവുക. ഒരു 10-10:15 പ്രതീക്ഷിക്കുന്നു. ഇപ്പോൾ ഏകദേശം 1:15. ഇവിടുത്തെ എല്ലാ ആൾക്കാരും, ഈ പങ്കെടുത്ത എല്ലാ ആൾക്കാരും 1:10 ഭക്ഷണം കഴിക്കുന്ന ആൾക്കാരാണ്. പിന്നെ അതിൻ്റെ ഇടയിലൊരു ചായ മാത്രമാണ് ഇപ്പോൾ കൊടുത്തിട്ടുണ്ടാവുക. ഇപ്പോൾ എല്ലാവരും, ഇപ്പോൾ ഞാനടക്കപ്പോൾ ക്ലോക്കൊക്കെ നോക്കിയപ്പോഴാണ് ചോറ് കഴിക്കണമല്ലോ എന്ന് ചിന്തിച്ചത്. അപ്പോൾ അതൊരു ഏറ്റവും നല്ലൊരു ഫീഡ്ബാക്കാണ്. ഇതിൽ ഉസ്താദ് ജോക്കിന് വേണ്ടി ഒന്നും പറഞ്ഞിട്ടില്ല എന്നുള്ളത് ഒരു അടിവരയിടേണ്ട കാര്യമാണ്. അപ്പം നമ്മൾ ക്ലാസ് ഇത്ര നേരം കൊണ്ടുപോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു എൻജോയ്മെൻ്റ് എലമെൻ്റ് ഉണ്ടായാലേ അത് മുന്നോട്ട് പോവുള്ളൂ എന്നുള്ളൊരു ചിന്ത ഉസ്താദ് തുടക്കത്തിൽ അത് അഡ്രസ്സ് ചെയ്തിട്ടുണ്ട്. അത് ശരിയല്ല എന്ന് തന്നെ ഉസ്താദ് അപ്പോൾ തന്നെ ഉറപ്പിച്ച് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഒരു പ്രാക്ടിക്കൽ സമർത്ഥനം കൂടിയാണ് ഇത് എന്ന് എനിക്ക് മനസ്സിലാകുന്നു. പിന്നീട് ഞാൻ ഇതിൽ കണ്ടൊരു പോസിറ്റീവ് വശം, ഉസ്താദ് ഇവിടെ അവതരിപ്പിച്ചൊരു ഭാഷയാണ്. ഒരൊച്ചപ്പാടും ഇല്ല. ഞാൻ വിചാരിച്ച് തുടങ്ങിയപ്പോൾ ഇത് ഉറങ്ങുമോ എന്നുള്ളൊരു ധാരണ ഉണ്ടായിരുന്നു. ഓപ്പണായിട്ട് പറഞ്ഞു, ഉറങ്ങിപ്പോവോ എന്നുള്ളത്. കാരണം സൗണ്ട് തീരെ ഇല്ല. പ്രത്യേകിച്ച് ആ മഴയും പെയ്തപ്പോൾ ഇതിലേതെ കേൾക്കുന്നുണ്ടെന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചു. പക്ഷേ എല്ലാവരോടും ഡയറക്റ്റായിട്ട് ഹൃദയത്തിലേക്കാണ്. ഇവിടുത്തെ നിശബ്ദത തന്നെ അത് ഒരു എക്സാമ്പിളാണ്. അല്ലെങ്കിൽ ഒരു 3.5 മണിക്കൂറിൽ ഞാൻ കുട്ടികളോടും പറയാറുണ്ട്, ഏകദേശം ഒരു 7-8 കൊട്ടാവി നിർബന്ധമായിട്ട് വരും. ഒന്നും വന്നിട്ടില്ല. അപ്പം എനിക്ക് പറയാനുള്ളത്, ജെനുവിനായിട്ടുള്ള എൻ്റെ ഫീഡ്ബാക്ക് പറയാനുള്ളത്, കൃത്യമായിട്ട് ആസ്വദിച്ചിരുന്നു ഒരുപാട് കാര്യങ്ങൾ. പിന്നെ ഉസ്താദോടെ പറഞ്ഞു, ഒരു 6-7 മണിക്കൂർ കൊണ്ട് ചെയ്യുന്ന സാധനമാണ് നമ്മളെ ഒരു സമയപരിമിതിക്കുള്ളിൽ അവതരിപ്പിച്ചു. അപ്പോൾ അതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ അറിയേണ്ടതുണ്ടാവും, ബാക്കിയിലേക്ക് അന്വേഷിച്ച് ചെല്ലേണ്ടതുണ്ടാവും. അതെല്ലാവർക്കും സാധിക്കട്ടെ എന്ന് അറിയിക്കുന്നു. ഉസ്താദിൻ്റെ ഭാഷ, ഉസ്താദിൻ്റെ ആ ഒരു സൗമ്യമായിട്ടുള്ള ഇടപെടൽ, അത് എല്ലാ പ്രശ്നങ്ങളെയും ഫസ്റ്റ് ലഘൂകരിക്കുന്ന ഒരു കാര്യമാണെന്നുള്ളത് ഉസ്താദ് പ്രാക്ടിക്കലി ഇതാകുകയാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു പ്രശ്നം മുന്നിലേക്ക് വരുമ്പോൾ ആദ്യം തന്നെ ആ സാധനം ഒഴിവാക്കിയിട്ട് എന്താ മോനെ ഈ ചെയ്തത്, ഈ ഒരു ആറ്റിറ്റ്യൂഡ് വരുന്ന സമയത്ത് തന്നെ കുറേയൊക്കെ പ്രശ്നങ്ങൾ രണ്ട് ഭാഗത്തേക്കും ശരിയായും എന്നൊക്കെയുള്ളതിൻ്റെ ഒരു പ്രാക്ടിക്കലായിട്ടുള്ളൊരു സാധനം എനിക്ക് കിട്ടിയ പോലെ തോന്നി. ഏതായാലും അൽഹംദുലില്ലാ, ഇന്നത്തെ ഈ ഒരു ക്ലാസ് വളരെയധികം എഫക്റ്റീവായിട്ട് തോന്നി. അതിലേറ്റവും അടിവരയിടുന്നത് തിയറിയും പ്രാക്ടിക്കലും ഒരേ റൂട്ടിൽ പോകുന്നു എന്നുള്ളതാണ്. ചിലപ്പോൾ പറയുന്ന കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ട്രെയിനിങ്ങിൽ പങ്കെടുത്താൽ അതൊക്കെ ഒരു ട്രെയിനിങ്ങിൻ്റെ ഭാഗം, ഇൻ പ്രാക്ടിക്കൽ ലൈഫ് അത് മറ്റൊരു ഭാഗം എന്നുള്ളത് തോന്നാറുണ്ട്. പക്ഷേ ഇത് ഒരേ ലൈനിൽ നടന്നു പോകുന്ന പോലെ തോന്നിയത് എനിക്ക് മാത്രമാണോ അറിയില്ല, എനിക്ക് എന്തായാലും തോന്നിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഇതുപോലത്തെ കാര്യങ്ങൾ, ഇത് ഒരുപാട് പ്രശ്നങ്ങൾ ഉസ്താദ് പറഞ്ഞ പോലെ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ പരിഹരിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ, ഒരുപാട് ഫാമിലി പ്രശ്നങ്ങൾ, ഒരുപാട് സ്റ്റുഡൻസിനെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കുന്ന ഭാഗങ്ങളൊക്കെ ഇതിലൂടെ ക്ലിയറായി പോയിട്ടുണ്ടാകും. അല്ലാഹു തആല ഇതിന് എല്ലാവിധ തൗഫീഖുകളും ഉസ്താദിന് വീണ്ടും പ്രദാനം ചെയ്യട്ടെ എന്ന് ദുആ ചെയ്യുന്നു. ആഫിയത്തും ആരോഗ്യവും ഇത്തരത്തിലുള്ള തുടർ പ്രവർത്തനങ്ങൾക്കും നടത്താൻ അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ എന്ന് മാത്രം ഫീഡ്ബാക്കായി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും. സമയം വളരെ വൈകിയിട്ടുണ്ട്. നേരത്തെ മുനവ്വർ സഖാഫി പറഞ്ഞതുപോലെ ഈ സെഷന് അവസാനിക്കരുത് എന്നാണ് നമ്മളെ ആഗ്രഹാരൂപത്തിൽ വളരെ കേട്ടിരുന്നു പോയി. അൽഹംദുലില്ലാ, ഇനിയും നീട്ടിക്കൊണ്ടു പോകുന്നില്ല. നമ്മളെ ക്ലാസ്സിന് നേതൃത്വം നൽകിയ ബഹുമാനപ്പെട്ട ഹക്കീം സഖാഫി ഉസ്താദ് എല്ലാവിധ സന്തോഷങ്ങളും അറിയിച്ച്, അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് ഈ രംഗത്ത് അള്ളാഹു പ്രദാനം ചെയ്യട്ടെ എന്ന സന്തോഷം അറിയിച്ച് ഈ സെഷൻ ഇൻഷാ അല്ലാഹ് അവസാനിപ്പിക്കുന്നു. ഇനി തുടർ നടപടി ഇൻഷാ അല്ലാഹ് ബുഖാരി പറയും.